നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തി പ്രാപിച്ച മഴ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ 3 സ്ഥലത്ത് മതിൽ ഇടിഞ്ഞു വീണു. മണ്ടംപറമ്പിൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI നടത്തുന്ന മരണം വരെ നിരാഹാര സമരത്തിന് തുടക്കമായി. ദുർഘടയാത്രാ സ്മാരക അവാർഡിന് അപേക്ഷ ക്ഷണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. 3ാംഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേ എളവള്ളി വില്ലേജിന് പ്രഥമ പരിഗണനയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു കയറി. കേച്ചേരി മഴുവഞ്ചേരിയിൽ കൊച്ചിൻ ദേവസ്വം ഭൂമിയിലെ താമസക്കാരുടെ ജീവൻ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ADM എന്നിവർക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദർ നടത്തുന്ന മരണം വരെ നിരാഹാര സമരത്തിന് തുടക്കമായി. തിങ്കളാഴ്ച വൈകിട്ട് കേച്ചേരി സെന്ററിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം മുൻ നക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കു വേണ്ടിയുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സമരമാണ് SDPI സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഗ്രോവാസു പറഞ്ഞു. ജനകീയ ആവശ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമായതിനാലാണ് ശാരീരിക ആവശ്യത കണക്കിലെടുക്കാതെ താൻ സമരത്തിന് ഐക്യദാർഢ്യമർപ്പിക്കാനെത്തിയത്. ഈ സമരത്തിനൊപ്പം ജനങ്ങൾ അണിചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ കമ്മിറ്റി അംഗം ഉമർ മുക്താർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കോട്ട്, നിരാഹാരമനുഷ്ഠിക്കുന്ന മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദറിനെ ഹാരാർപ്പണം നടത്തി. വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി റസീന സൈനുദ്ദീൻ, SDPI ജില്ലാ കമ്മിറ്റി അംഗം BK ഹുസൈൻ തങ്ങൾ, ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TA ത്വയ്യിബ്, സെക്രട്ടറി സാലിഹ് പട്ടിക്കര എന്നിവർ സംസാരിച്ചു. പന്നിത്തടം റോഡിലെ മമ്പുൽ ഹുദ പരിസരത്തു നിന്നാരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രവർത്തകർ നിരാഹാര പന്തലിലേക്ക് എത്തിയത്. നിരാഹാരം എന്ന് പറഞ്ഞത് അത് ഉമിറ്റിയിലെരിയുന്ന ഒരു സമരമാണ്. അത് ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. പക്ഷെ അതൊരു ദിവസമാകുമ്പോൾ, അതൊരു 2 ദിവസമാകുമ്പോൾ, അതൊരു 3 ദിവസമാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് നമ്മളാരും അറിഞ്ഞിട്ടില്ല. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ കുന്നംകുളം കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വേറിട്ട സമരമാർഗവുമായി യൂത്ത് കോൺഗ്രസ്. പൊതുജനങ്ങളുടെ പ്രതിഷേധം അധികാരികളിലെത്തിക്കാൻ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ചെറുകഥ കവിതാ മത്സരം സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ മുഴുവൻ യാത്രക്കാർക്കും പങ്കെടുക്കാവുന്ന മത്സരത്തിൽ ഏറ്റവും മികച്ച കവിതയ്ക്കും ചെറുകഥയ്ക്കും 5000 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും അടങ്ങുന്ന ദുർഘടയാത്രാ സ്മാരക അവാർഡ് നൽകി ആദരിക്കും. രചനകൾ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20 മഹേഷ് MM, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇന്ദിരാഭവൻ കുന്നംകുളം എന്ന വിലാസത്തിലാണ് രചനകൾ അറിയിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 97 47 23 65 45 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായി മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക്, കോഴ്സുകൾക്കും അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ 3 സ്ഥലത്ത് മതിലിടിഞ്ഞു വീണു. എരുമപ്പെട്ടി ഹോപ്പ് സ്കൂൾ, സ്കൈ മണ്ഡപം എന്നിവയുടെ കോമ്പൗണ്ട് മതിലും, തിപ്പല്ലൂർ ശങ്കരൻകാവ് റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മതിലും, വെള്ളറക്കാട് ശ്രീരാമസ്വാമി റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ വീടിനു മുന്നിലെ മതിലുമാണ് തകർന്നു വീണത്. മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് മതിലുകൾ നിലം പൊത്തിയത്. എരുമപ്പെട്ടി, നെല്ലുവായ്, മണ്ടംപറമ്പ്, പാഴിയോട്ടുമുറി, വെള്ളറക്കാട്, മനപ്പടി, കുടക്കുഴി പ്രദേശങ്ങളിൽ റോഡിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. പല സ്ഥലങ്ങളിലും കാനകൾ അടഞ്ഞതിനെ തുടർന്നാണ് വെള്ളം റോഡിലേക്ക് കയറി ഒഴുകുന്നത്. നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് റോഡ് വെള്ളം മൂടിയ അവസ്ഥയിലാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒഴുക്ക് റോഡിൽ അനുഭവപ്പെടുന്നുണ്ട്.
വാഴാനി ഡാം തുറന്നതിനാൽ എരുമപ്പെട്ടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് നെല്ലുവായ് പാടശേഖരത്തിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. കടങ്ങോട് പഞ്ചായത്തിലെ മണ്ടം പറമ്പിൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. മനപ്പടി റോഡിലുള്ള കലുങ്ക് പാലം മുതൽ വെള്ളം കുത്തിയൊലിച്ച് റോഡിലൂടെ ഒഴുകുന്ന അവസ്ഥയാണ്. 4 അടിയോളം താഴ്ചയുള്ള ചാൽ നിറഞ്ഞാണ് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത്. പാടശേഖരത്തിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ചാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് റോഡിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്. മൂന്നാം ഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേ എളവള്ളി വില്ലേജിന് പ്രഥമ പരിഗണനയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ എന്റെ ഭൂമി പദ്ധതി പ്രകാരം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനവും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേ 3ാം ഘട്ടത്തിൽ എളവള്ളി വില്ലേജിനെ ഉൾപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ 3ാം ഘട്ട സർവേ ആരംഭിക്കും. മക്കൾ മനുഷ്യരായി വളരണമെന്നും അതിനുള്ള പ്രാരംഭ പരിശീലന ഇടമാണ് അങ്കണവാടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടലാസുമായിട്ടാണ് സ്വീകരിച്ചത്. പകുതി എനിക്ക് തന്നു, ബാക്കി പകുതി ഇവിടെ വായിച്ചു. ഒരു പഞ്ചായത്തിന് MLA-യുടെ സഹായത്തോടെ ഇത്രയേറെ പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുക്കാൻ കഴിയും എന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് വളരെ അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ ഓരോന്നും കേട്ടിരിക്കാൻ കഴിഞ്ഞു. പ്രത്യേകമായ സന്തോഷം തോന്നി. ഞാൻ കേരള സർക്കാരിന് വേണ്ടി കൃത്യമായ വീക്ഷണത്തോടെ, ദീർഘമായ ചിന്തയോടെ ഒരു പഞ്ചായത്തിനെ എങ്ങനെ ജനകീയമായ വികസനത്തിന്റെ നേരറിവുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് MLA-യുടെ കൃത്യമായ പിന്തുണയോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. MLA-യുടെ സഹായത്തോടെ ദീർഘവീക്ഷണമുള്ള വികസന നേരറിവുകളോടെ മുന്നോട്ടു പോകുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി വേദിയിൽ അഭിനന്ദിച്ചു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ KK പ്രസന്നകുമാരി, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ശ്രീകല അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KV വിജിത, ICDS സൂപ്പർവൈസർ മീര മോഹൻ, അങ്കണവാടി വർക്കർ സരിത ജോഷി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 7 സെന്റ് പുറമ്പോക്ക് സ്ഥലത്ത് 28 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത്. 3 ഘട്ടമായി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഫണ്ട് വകയിരുത്തിയത്. 2007 അനുവദിച്ച അങ്കണവാടിയുടെ പ്രവർത്തനം 17 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു. സംസ്ഥാന സർക്കാർ അംഗീകരിച്ച സ്മാർട്ട് അങ്കണവാടി 3D വ്യവസ്ഥകൾ പാലിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. വായുവും വെളിച്ചവും യഥേഷ്ടം കടക്കാവുന്ന ജനലുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും വെവ്വേറെ ടോയ്ലറ്റുകൾ, അടുക്കള, വിശാലമായ ക്ലാസ് മുറി, വരാന്ത, കലവറ, കുടിവെള്ള സൗകര്യം, ചുറ്റുമതിൽ, ചൂടുപിടിക്കാത്ത പഫ് റൂഫ് മേൽക്കൂര, വൈദ്യുതി കണക്ഷൻ, ഫാനുകൾ, ടെലിവിഷൻ, ഗ്യാസ് സ്റ്റൗ, വിശാലമായ ടൈൽ വിരിച്ച കളിമുറ്റം, കളി ഉപകരണങ്ങൾ, ആധുനിക ഇരിപ്പിടങ്ങൾ, റാമ്പ് എന്നിവയാണ് സ്മാർട്ട് അങ്കണവാടിയുടെ സവിശേഷതകൾ. ആദ്യമായി തൃശൂർ ജില്ലയിൽ സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അക്ഷര അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതോടെ എളവള്ളിയിൽ 4 സ്മാർട്ട് അങ്കണവാടികളായി മാറി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സമ്മാനത്തുക 20 ലക്ഷം രൂപ ചെലവ് ചെയ്ത് 5ാമത്തെ സ്മാർട്ട് അങ്കണവാടി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. CCTV ന്യൂസ് കേച്ചേരി. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കറുകപ്പുത്തൂർ അഖിലാണം തെക്കേപുരയ്ക്കൽ വീട്ടിൽ സുമേഷ്, വാസുദേവൻ, അറക്കൽ വീട്ടിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്ര കവാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. 4 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. എതിരെ വന്നിരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ കാനയിലേക്ക് മറിയുകയായിരുന്നു. കാറിടിച്ച് കാനയോട് ചേർന്നുള്ള വീടിന്റെ മതിൽ തകർന്നു. കാനയുടെ കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ച് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ യാത്രക്കാരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് കൌൺസിലിൽ ആവശ്യം. കഴിഞ്ഞ ദിവസം മഞ്ജുളാൽ ജംഗ്ഷൻ മുതൽ കൈരളി ജംഗ്ഷൻ വരെ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ നടന്നിരുന്നു. എന്നാൽ ലൈറ്റുകൾ പകൽ കത്തുകയും രാത്രിയിൽ അണഞ്ഞുകിടക്കുന്നതായും കൌൺസിലർമാർ പരാതിപ്പെട്ടു. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു.
നഗരത്തിലെ ശുചിമുറി മാലിന്യമടക്കമുള്ളവ ചക്കംകണ്ടം കായലിലേക്കാണ് ഒഴുകിയെത്തുന്നതെന്ന് കൗൺസിലർ KM മഹറൂഫ് പരാതിപ്പെട്ടു. മലിനജലം മരിച്ച് ശുദ്ധജലമാക്കി കായലിലേക്ക് ഒഴുക്കിവിടുന്ന സംവിധാനം നടപ്പിലാക്കണമെന്നും മെഹറൂഫ് ആവശ്യപ്പെട്ടു. എന്നാൽ അജണ്ടയിലില്ലാത്ത വിഷയമാണെന്നും പിന്നീട് ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ അറിയിച്ചു. നഗരസഭയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പകർപ്പ് നൽകാതെ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കൗൺസിലിൽ തർക്കമായി. പ്രൊഫസർ PK ശാന്തകുമാരിയാണ് വിഷയം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ശോഭ ഹരിനാരായണൻ എന്നിവരും പകർപ്പ് ലഭിക്കാതെ ചർച്ച നടത്താനാവില്ലെന്ന് അറിയിച്ചു. സ്മാർട്ട് മൂലമുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് പകർപ്പ് വൈകാൻ ഇടയാക്കിയതെന്ന് സെക്രട്ടറി H അഭിലാഷ് കുമാർ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പകർപ്പ് നൽകിയ ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് അടിയന്തര കൗൺസിൽ ചേരാമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചതോടെയാണ് തർക്കം തീർന്നത്. യോഗത്തിൽ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് തകർത്ത് വീട് മുറ്റത്തേക്ക് പാഞ്ഞു കയറി. പാത്രമംഗലം പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. കേച്ചേരി ഭാഗത്തു നിന്ന് വന്നിരുന്ന മാരുതി ഓൾട്ടോ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്ത് സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ മുൻവശം തകർന്നു. ഇലക്ട്രിക് പോസ്റ്റും മുറിഞ്ഞു വീണു. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണിയുടെ പിതാവ് ഐനൂർ പ്ലാങ്ങലത്ത് പോൾസൺ നിര്യാതനായി. 69 വയസ്സായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മോളി ഭാര്യയും സോണി മകളുമാണ്. കുര്യൻ, ശ്രുതി എന്നിവർ മരുമക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10:30 കുന്നംകുളം ബീനാഗിൽ ബറിയൽ ഗ്രൗണ്ടിൽ നടക്കും. കേച്ചേരി മഴുവഞ്ചേരിയിൽ കൊച്ചിൻ ദേവസ്വം ഭൂമിയിലെ താമസക്കാരുടെ ജീവൻ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ഏത് സമയവും നിലം പതിക്കാവുന്ന കൂറ്റൻ മരങ്ങൾ വീടുകൾ മുകളിലേക്ക് വീണ് ജീവന് അപായമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ജില്ലാ കളക്ടർ, ADM എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീകുമാർ പരാതി നൽകിയത്. പെരുവൻമലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന 80-ലേറെ വീട്ടുകാർ വലിയ അപകട ഭീഷണിയിലാണ് കഴിയുന്നത്. പെരുവൻമലയുടെ അടിവാരത്ത് വളർന്നു നിൽക്കുന്ന വലിയ പാഴ്മരങ്ങൾ തുടർച്ചയായ മഴയിലും കാറ്റിലും വീടുകൾക്ക് അപകട ഭീഷണി ഉയർത്തി ചെരിഞ്ഞു നിൽക്കുകയാണ്. മലയ്ക്ക് മുകളിൽ നിന്നും വരുന്ന മഴവെള്ളപ്പാച്ചിലിൽ മേൽപ്പറഞ്ഞ പാഴ്മരങ്ങളുടെ അടിയിൽ നിന്നും വലിയ തോതിൽ മണ്ണ് കുത്തിയൊലിച്ച് പോയി ഏത് നിമിഷവും മരങ്ങൾ കടപുഴകി വീഴാവുന്ന സാഹചര്യമാണുള്ളത്. കെട്ടുറപ്പില്ലാത്ത ഇത്തരം വീടുകളുടെ മുകളിലേക്ക് മരം വീണുകഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് സംഭവിക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ കൂറ്റൻ പാഴ്മരം വീണ് പുതുവീട്ടിൽ ബഷീറിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതായതിനാൽ മരങ്ങൾ സ്വയം മുറിച്ചുമാറ്റാനാകാത്ത സ്ഥിതിയാണുള്ളത്. മരങ്ങൾ മുറിച്ചാൽ പോലീസ് കേസെടുക്കും എന്നുള്ളതിനാൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, ജില്ലാ കളക്ടർ, തൃശൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നിവർക്ക് ഇമെയിൽ വഴി പരാതി അയച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോ പോൾ, കേച്ചേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ, കോൺഗ്രസ് നേതാക്കളായ PN സുന്ദരൻ, ധമേഷ് മാത്യു, സാലിഹ്, നാഷി എന്നിവർ ശ്രീകുമാറിനൊപ്പം സ്ഥലം സന്ദർശിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മനുഷ്യജീവന് ഭീഷണിയായ കുഴിയിൽ ചേമ്പ് നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. സംസ്ഥാന പാതയിൽ മേലെ അക്കിക്കാവ് ജംഗ്ഷനിലെ മരണക്കുഴിയിലാണ് ചേമ്പ് നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത്. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും മഴയും കാരണം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ റോഡിലൂടെയുള്ള യാത്ര ജീവൻ മരണ പോരാട്ടമാണ്. അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരം തുടങ്ങുമെന്ന് പൊതുപ്രവർത്തകനായ റാഫി താഴത്തേതിൽ, റിയാസ്, ഷാനിദ് എന്നിവർ പറഞ്ഞു. ജനങ്ങൾക്ക് യാത്ര സുഖകരമായ രീതിയിൽ യാത്ര ചെയ്യാൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് റിയാസ് മന്ത്രി ഇത് കാണണം. കേവലം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതികൾ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ ഭരണകൂടം ഉണ്ടാകാൻ പാടില്ല. ഇതല്ലെങ്കിൽ അടുത്തൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക്. നെയ്യാറ്റിൻകര മഞ്ചരി കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയിട്ടുള്ള കാവ്യമഞ്ചരി പുരസ്കാരം പ്രശസ്ത കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണന് സമ്മാനിക്കും. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഉൾപ്പെടുന്ന പുരസ്കാരം കടമ്പൻ മൂത്താൻ എന്ന കവിതയെ മുൻനിർത്തിയാണ് നൽകുന്നതെന്ന് ഡോക്ടർ J കുമാർ ചെയർമാനും ഡോക്ടർ V കവിത, ഡോക്ടർ GP കൃഷ്ണകുമാർ എന്നിവർ അംഗങ്ങളുമായുള്ള ജൂറി അറിയിച്ചു. ഓഗസ്റ്റ് 17-ന് നെയ്യാറ്റിൻകരയിലെ സുഗതസ്മൃതിയിൽ നടക്കുന്ന ഭാഷാ ദിനാചരണ സാംസ്കാരികോത്സവത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും.
ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ AKPCTA ശ്രീകൃഷ്ണ കോളേജ് ബ്രാഞ്ച് സെക്രട്ടറിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൌൺസിൽ അംഗവുമാണ്. പട്ടിത്തടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തടം റോഡിന്റെ ശോചനീയ സ്ഥിതി പരിഹരിക്കാത്ത CPM ഭരണാധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, ജോജി പട്ടിത്തടം, കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മോഹനൻ പട്ടിത്തടം, മുകുന്ദൻ ആലിക്കൽ, സ്റ്റാൻലി ചീരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷത്തെയും കോൺഗ്രസ് വിമത വിഭാഗത്തെയും പരാജയപ്പെടുത്തി മിന്നുന്ന വിജയം നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായി ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 75% നേടിയായിരുന്നു കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം നയിച്ച UDF പാനൽ വിജയിച്ചത്. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TO സെബി, MM അബ്ദുൾ ജലീൽ, UV അശോകൻ, RM നൌഫൽ, PK പരീദ, പവൽ ജോർജ്, CK ബിജു, ആൻസി ജോസഫ്, യശോദ സുരേന്ദ്രൻ, KL പോൾസൺ, പ്രിയ പ്രകാശൻ, ജീസൺ ബൈജു, AK ഹരിദാസ് എന്നിവരാണ് UDF പാനലിൽ മത്സരിച്ച് വിജയിച്ചത്. വിജയാഹ്ലാദ പ്രകടനത്തിന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, വൈസ് പ്രസിഡന്റുമാരായ P മാധവൻ, ആൻഡോ പോൾ, സെക്രട്ടറി ബാലചന്ദ്രൻ പൂലോത്ത്, മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കും സമാനമായ രീതിയിൽ കോൺഗ്രസ് വിമത വിഭാഗം, CPIM എന്നീ പാനലുകൾ മത്സരിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം 75% വോട്ട് നേടി വിജയിച്ചിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ജീവ ഗുരുവായൂരിന്റെ കനോലി കനാൽ സംരക്ഷണ യാത്ര ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PI സൈമൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PA രാധാകൃഷ്ണൻ കനോലി കനാലിന്റെ ഉദ്ഭവവും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും വിവരിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ആമുഖ പ്രഭാഷണം നടത്തി. കൌൺസിലർ ഫൌസൽ ആശംസ നേർന്ന് സംസാരിച്ചു. സന്ധ്യ ഭരതൻ, P മുരളീധര കൈമൾ, KU കാർത്തികേയൻ, ഹൈദരാലി പാലുവായ്, അസ്കർ കൊളംബോ എന്നിവർ സംസാരിച്ചു. പുഴ ഗതാഗത യോഗ്യമാക്കേണ്ടതിന്റെ സന്ദേശവുമായുള്ള പാട്ടുകളുമായി എത്തിയ യാത്രാ സംഘത്തിന് പുന്ന യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വീകരണം നൽകി. ജീവ ഗുരുവായൂർ നടത്തിയ കനോലി കനാൽ ജലയാത്രയ്ക്ക് അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സർക്കാരിന്റെ ശ്രദ്ധ തോട് നവീകരണത്തിനും ഉണ്ടാകുവാനും മാലിന്യം ജലാശയങ്ങളിൽ വലിച്ചെറിയാതിരിക്കാനുള്ള ബോധവൽക്കരണ സന്ദേശവുമായിട്ടായിരുന്നു ജലയാത്ര സംഘടിപ്പിച്ചത്. അണ്ടത്തോട് പാലം പരിസരത്ത് നടന്ന പരിപാടിയിൽ പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് അംഗം KH ആബിദ് അധ്യക്ഷത വഹിച്ചു. V മായിൻകുട്ടി, VK യൂസഫ്, ശ്രീനി പെരിയമ്പലം, NR ഗഫൂർ, ഹുസൈൻ വലിയകത്ത്, ദിവാകരൻ പനന്തറ, ജലയാത്രാ പ്രതിനിധികളായ ഡോക്ടർ രാധാകൃഷ്ണൻ, PI സൈമൺ മാസ്റ്റർ, സന്ധ്യ ഭരതൻ, സാജൻ ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജലഗതാഗതം പുനഃസ്ഥാപിക്കുക, ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കുക, പുഴകളെ സുഗമമായി ഒഴുകാൻ അനുവദിക്കുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് ചാവക്കാട് നിന്നും ആരംഭിച്ച ജലയാത്ര അണ്ടത്തോട് സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിക്ക് ക്ലബ്ബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള, സെക്രട്ടറി ഫിറോസ്, CM ഗഫൂർ, അഷ്റഫ് ചോലയിൽ, അലി പുതുപ്പറമ്പിൽ, നൌഷാദ് കാണക്കോട്ട്, ഷെഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കടവല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടത്തി. കൊരട്ടിക്കര GUP സ്കൂളിൽ ചേർന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV മെജോബൈറ്റ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. O മായൻ മാസ്റ്റർ അനുശോചന പ്രമേയവും യൂണിറ്റ് സെക്രട്ടറി CK സുലൈമാൻ പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി ചാക്കോച്ചൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ അംഗങ്ങൾക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരക്കുറുപ്പ് ചടങ്ങിൽ സ്വീകരണം നൽകി. അംഗങ്ങളായ ഉണ്ണികൃഷ്ണ പണിക്കർ, ശക്തിധരൻ മാസ്റ്റർ, MM കറുപ്പുകുട്ടി, KC ഷൺമുഖൻ, BC ശ്രീമതി ടീച്ചർ, PC തങ്കം എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ദുബായ് പാലസിന് സമീപം സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. എരുമപ്പെട്ടി കുന്നത്ത് വീട്ടിൽ മോഹനനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ മോഹനനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന പാതയിലെ നിരവധി അപകടങ്ങൾക്ക് കാരണമായ പെരുമ്പിലാവ് പെട്രോൾ പമ്പിന് സമീപത്തെ മരണക്കുഴി ടാറിംഗ് ചെയ്ത് അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മരണക്കുഴിയിൽ വാഴ നട്ട് നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. നിരവധി അപകടങ്ങൾക്ക് കാരണമായ കുഴി മുൻപും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിരുന്നുവെങ്കിലും മഴ കനത്തതോടെ വീണ്ടും തുറന്നു. ശാശ്വത പരിഹാരം എന്ന നിലയിൽ മരണക്കുഴി ടാറിംഗ് ചെയ്ത് അടയ്ക്കുകയും സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നാണ് ആവശ്യം. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് പട്ടേൽ, ഷഹീർ മുഹമ്മദ്, PS ഷംസുദ്ദീൻ, KM കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം കത്തോലിക്ക വിശ്വാസികൾ ലോകവ്യാപകമായി വയോജന ദിനാചരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ സെന്റ് ഇഗ്നേഷ്യസ് കുടുംബ കൂട്ടായ്മ വയോജനങ്ങളെ ആദരിച്ചു. സെന്റ് ഇഗ്നേഷ്യസ് യൂണിറ്റിലെ കുട്ടിക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ കാക്കശ്ശേരി സൈമൺ മാസ്റ്ററെ വീട്ടിൽ ചെന്ന് ബൊക്ക നൽകി ആദരിക്കുകയും കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയും ചെയ്തു. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ഡിക്സൺ മാത്യു, കുട്ടിക്കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ധന്യ ഷൈൻ, ബേബി ദേവസി, കുട്ടിക്കൂട്ടായ്മ അംഗങ്ങളായ അലീറ്റ പീറ്റർ, ആൻമേരി, അനീന, ആയുഷ് ഷിബു, ആഷിഖ് ഷിബു എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പാറപ്പുറം GLP സ്കൂളിന്റെ നവീകരിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ്, രമണി രാജൻ, മെമ്പർമാരായ PA മുഹമ്മദ് കുട്ടി, KR സിമി, ടെസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് K രമേശ്, പ്രധാനാധ്യാപിക VG പ്രമീള, AE സരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കവാടം നിർമ്മിച്ചത്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി നെല്ലുവായി പട്ടാമ്പി റോഡിലുള്ള ധന്വന്തരി ആയുർവേദ ഭവനിൽ എല്ലാ വർഷവും നടത്തിവരുന്ന സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ഓഗസ്റ്റ് 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ നടക്കും. അന്നേ ദിവസം വളർച്ചാ വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി സൗജന്യ വൈദ്യ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടാകും. വിശദവിവരങ്ങൾക്ക് 98 86 34 12 19 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ DG കേരളം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി DG കേരളം വളണ്ടിയർമാർക്കായുള്ള രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് 3-ാം വാർഡിലെ പാറന്നൂർ ജനകീയ വായനശാലയിൽ സംഘടിപ്പിച്ച ഹെൽപ്പ് ഡെസ്കിനെ സംബന്ധിച്ച് DG പഞ്ചായത്ത് കോർഡിനേറ്റർ വത്സൻ പാറന്നൂർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമ പ്രൊജക്ട് അസിസ്റ്റന്റ് ഫിജിൻ ജോണി DG ആപ്പ് പരിചയപ്പെടുത്തി. പഞ്ചായത്ത് അംഗം ജുലറ്റ് വിനു അധ്യക്ഷയായി. വളണ്ടിയർമാരായി 23 പേർ രജിസ്റ്റർ ചെയ്തു. ഓഗസ്റ്റ് 3 ശനിയാഴ്ച 4 മണിക്ക് കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിക്കുന്നതിനും ഓഗസ്റ്റ് 4-ന് സർവേ അവസാനിപ്പിക്കുന്നതിനും തീരുമാനിച്ചു. കേന്ദ്രത്തെയും കേരളത്തെയും പഴിചാരി യാത്രക്കാരെയും ഡ്രൈവർമാരെയും ദുരിതത്തിലാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ മസ്ദൂർ സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവേങ്കിടം ആവശ്യപ്പെട്ടു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ചാവക്കാട് യൂണിറ്റ് കുടുംബസംഗമവും സേവാവേദി സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS ചാവക്കാട് മുനിസിപ്പൽ പ്രഭാരി KV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. CV സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബ ഭദ്രതയ്ക്ക് ലഹരി പദാർത്ഥങ്ങളുടെ വെല്ലുവിളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഷീബ പ്രകാശൻ ക്ലാസ് എടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കേരാച്ചൻ പതാക ഉയർത്തി. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം മേഖലാ പ്രസിഡന്റ് രാജൻ, വാർഡ് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ, AR രാജു, യൂണിറ്റ് സെക്രട്ടറി KV രാമചന്ദ്രൻ, ശശി തുടങ്ങിയവർ സംസാരിച്ചു. SSF വടക്കേക്കാട് ഡിവിഷന്റെ നേതൃത്വത്തിൽ 31ാമത് സാഹിത്യോത്സവം നടത്തി. 2 ദിവസങ്ങളിലായി എടക്കര മൊഹ്യുദ്ദീൻ പള്ളി പരിസരത്താണ് സാഹിത്യോത്സവം നടത്തിയത്. മുസ്ലിം ജമാഅത്ത് വടക്കേക്കാട് സോൺ സെക്രട്ടറി ഡോക്ടർ അബ്ദുറസാഖ് അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. മാജിദ് മുഈനി ഐരൂരിന്റെ നേതൃത്വത്തിൽ ബുർദ മജ്ലിസും അബ്ദുൾ അസീസ് നിസാമിയുടെ ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. സമാപന സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിയാസ് അഷ്റഫി അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ജാബിർ മലയിൽ വിശിഷ്ടാതിഥിയായി. SSF തൃശൂർ ജില്ലാ സെക്രട്ടറി റിയാസ് അഹ്സനി സന്ദേശം നൽകി. ചടങ്ങിൽ വിവാഹ ധനസഹായ പ്രഖ്യാപനവും SYS പുന്നയൂർ സർക്കിൾ സാന്ത്വന കേന്ദ്ര സമർപ്പണവും NK അക്ബർ MLA നിർവഹിച്ചു. 100ഓളം മത്സര ഇനങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. സയ്യിദ് ഫൾ നഈമി അൽ ജിഫ്രി വടക്കേക്കാട് റിസൾട്ട് പ്രഖ്യാപിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഹാഷിം നന്ദി പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനം 2024-25 മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി. പള്ളിയിൽ നടന്ന ചടങ്ങിൽ സഭയുടെ യൂറോപ്പ് ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സ്തോഫനോസ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ആന്റണി പൗലോസ്, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഡെസ്വിൻ ജേസൺ, ജോയിന്റ് സെക്രട്ടറി സാംബാബു, അനഘ ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് അംഗത്വം എടുക്കാനും നിലവിലുള്ളവർക്ക് അംഗത്വം പുതുക്കാനുമാണ് ക്യാമ്പയിൻ നടത്തുന്നത്. പുന്നേർകുളം മേഖലയിൽ വിവിധ ബാലഗോകുലങ്ങൾ ഗുരുപൂജ ആഘോഷിച്ചു. കുന്നത്തൂർ സരസ്വതി ഗോകുലത്തിൽ അമ്പിളി ടീച്ചർ, തൃപ്പറ്റ ശ്രീ ശങ്കര ഗോകുലത്തിൽ സുശീല ടീച്ചർ, അയോധ്യ ഗോകുലത്തിൽ വത്സല ടീച്ചർ, അഗസ്ത്യ ഗോകുലത്തിൽ ബാബുജിയെയും, കൗക്കാനപ്പെട്ടി നിവേദിത ഗോകുലം വട്ടേക്കാട്ട് കേശവൻ, വയലത്തൂർ ഗോകുലത്തിൽ അമ്പിളി ടീച്ചർ തുടങ്ങിയവർ
ഗുരുപൂജ നടത്തി. ഗുരുവായൂർ ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ, ബാബു അയോധ്യ, T അശോകൻ, മധു കുഴിങ്ങര തുടങ്ങിയവർ ഗുരുപൂജ സന്ദേശം നൽകി. CITU ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച അറിവുത്സവം സമാപിച്ചു. ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളന മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ നൽകി. സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ പ്രസാദ് കാക്കശ്ശേരി മുഖ്യാതിഥിയായി. CITU ഏരിയ സെക്രട്ടറി AS മനോജ്, KP വിനോദ്, TP ദയാനന്ദൻ, TS ദാസൻ, റീന കരുണൻ, പ്രിയ മനോഹരൻ, KK മുബാറക്, KR ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ പിതൃസ്മൃതി പുരസ്കാരത്തിന് മഠത്തിൽ രാധാകൃഷ്ണൻ നായരെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും ബലകവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം പിതൃസ്മൃതി ദിനാചരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 3 സമ്മാനിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രുക്മണി റീജൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കൂട്ടായ്മ കുടുംബാംഗങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് പ്രത്യേക സ്മരണാഞ്ജലി, വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് വിതരണം, പിതൃതർപ്പണ കർമാചാര്യൻ, രാമകൃഷ്ണ ഇളയതിന് ഗുരുവന്ദനം എന്നിവയും നടക്കും. ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ബാലൻ വാരനാട്ട്, ജയറാം ആലിക്കൽ, ശ്രീധരൻ മാമ്പുഴ, മുരളി അകമ്പടി തുടങ്ങിയവർ പങ്കെടുത്തു. അക്കിക്കാവ് കപ്പൂർ ലക്ഷ്മി ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്കും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ശേഷമാണ് ഗോപൂജ നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉച്ചയ്ക്ക് പ്രസാദൂട്ടും വൈകിട്ട് ക്ഷേത്രത്തിൽ ഭഗവത് സേവയും നടന്നു. ക്ഷേത്ര ഭരണസമിതി നേതൃത്വം നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974-2014 വരെയുള്ള ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജറും അലുമിനി അസോസിയേഷൻ ട്രഷററുമായ ഫാദർ ബെഞ്ചമിൻ OIC സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് അജിത് ചീരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി ജോഫി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാളും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റുമായ ഫാദർ യാക്കോബ് OIC അധ്യക്ഷത വഹിച്ചു. മുൻ മാനേജറായ ഫാദർ സോളമൻ OIC, ഫാദർ സ്കറിയ OIC, മുൻ പ്രിൻസിപ്പാൾ ഫാദർ മത്തായി OIC എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ നന്ദി പറഞ്ഞു. പൊതുസമ്മേളനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. Today I see that there is a galaxy of people from first batch 1973 മുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 41 years ഓഫ് സ്റ്റുഡൻസ്. ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റുഡൻ്റ് എന്നും അല്ലെങ്കിൽ ഓരോ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറേഷനാണ്. അപ്പം നമ്മൾ ജനറേഷൻ സാധാരണ 25 years, ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അതിലും താഴെയായിരിക്കും നമ്മൾ മനസ്സിൽ കാണുക. പക്ഷേ ഫോർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവറി ജനറേഷൻ ഇസ് ആക്ച്വലി വെരി ഡിഫറെൻ്റ് എന്ന് തോന്നാറുണ്ട്. കാരണം അതൊരു ഫ്രഷ് ബ്ലഡ് വന്ന് ജോയിൻ ചെയ്ത് അവരുടെ ആ ഒരു പുതുമ എപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും അതൊരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ എവറി ജനറേഷൻ. സോ എഫക്റ്റീവ്ലി ദർ ആർ അബൌട്ട് 41 generations ഓഫ് പീപ്പിൾ ഹിയർ. അപ്പോൾ ഈ ഓൾഡ് സ്റ്റുഡൻറ്റ് അസോസിയേഷൻസും ഓൾഡ് സ്റ്റുഡൻസും നമ്മൾ ദി പേർപ്പസ് തന്നെ എന്ന് പറയുന്നത് ആ ഒരു ഇൻഹെറൻ്റ്ലി നമ്മുടെ ദി ഏർജ് ടു ബി സ്റ്റുഡൻസ് അഗെയിൻ, ടു ബി ചിൽഡ്രൻ അഗെയിൻ, അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഏർജ് എന്ന് പറയുന്നത്. ബാലസംഘം കണ്ടാണിശ്ശേരി മേഖലാ സമ്മേളനം നടന്നു. കണ്ടാണിശ്ശേരി UP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ അമൽറാം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ലക്ഷ്മി പന്തായിൽ അധ്യക്ഷയായി. മേഖലാ സെക്രട്ടറി അഭിനവ് മണികണ്ഠൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അംഗം ഉഷ പ്രഭുകുമാർ, CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ഷിബു, കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി KK സതീശൻ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ബാലസംഘം ഏരിയ കോർഡിനേറ്റർ രമേശ് ചൂണ്ടൽ, മേഖലാ കൺവീനർ VD ബിജു, പ്രൊഫസർ രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പുല്ലാനിക്കുന്നത്ത് മേഖലാ പ്രസിഡന്റ് ലക്ഷ്മി പന്തായിൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പുതിയ ഭാരവാഹികളായി ദിയ അസീസ് പ്രസിഡന്റ്, അഭിനവ് മണികണ്ഠൻ സെക്രട്ടറി, VD ബിജു കൺവീനർ, ഷക്കീല ഷമീർ ജോയിന്റ് കൺവീനർ, പ്രശാന്ത് രാഘവൻ കോർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. അപകടങ്ങൾ തുടർക്കഥയായ തിരുവത്ര കുമാർ സ്കൂളിനടുത്തുള്ള അപകടക്കുഴി ദേശീയപാത അധികൃതർ എത്തി അടച്ചു.
കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി അപകടങ്ങളാണ് ഈ കുഴി മൂലം ഉണ്ടായത്. കൂടുതലായും ബൈക്ക് യാത്രികരാണ് കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നത്. പുലർച്ചെ കുഴിയിൽ ഓട്ടോ വീണ് മറിഞ്ഞ ഓട്ടോ ഡ്രൈവർക്കും രാവിലെ ബൈക്ക് വീണ് ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റിരുന്നു. മഴ കനത്താൽ ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള അപകട കുഴികൾ വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. യഥാസമയം കുഴികൾ അടയ്ക്കാൻ അധികൃതർ ഇടപെടാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചികിത്സയ്ക്ക് ചെലവേറിയ കാലത്ത് ഗുണമേന്മയുള്ള ചികിത്സ സാധാരണ ജനവിഭാഗങ്ങൾക്ക് കൂടി ലഭ്യമാക്കുന്ന സമീപനം അമല എക്കാലവും സ്വീകരിച്ചിട്ടുണ്ടെന്ന് AC മൊയ്തീൻ MLA. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ആർത്താറ്റ് ആരംഭിച്ച ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷണിക്കപ്പെട്ട അംഗങ്ങൾക്കും അമല ഫെലോഷിപ്പ് അംഗങ്ങൾക്കുമായി CSI ഹെറിറ്റേജ് സെന്ററിൽ നടന്ന വാർഷിക ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കുന്നംകുളത്തുകാർക്കും സേവനം ആവശ്യമുള്ള എല്ലാവർക്കും അമല ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ മികവുറ്റ സേവനം ലഭ്യമാകുമെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. ഒരു വർഷക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ജൂലിയസ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ. തുടർന്നും ആ സേവനം കുന്നംകുളത്തുകാർക്കും ഈ സേവനമുള്ള ആവശ്യമുള്ള എല്ലാവർക്കും ലഭ്യമാകാൻ ഇടയാകട്ടെ. തൃശൂർ AIMS ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMI അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. നന്മ ചെയ്യുവാൻ കഴിയുന്ന സംവിധാനങ്ങൾ, സ്നേഹത്തിൻ്റെ ലാളനത്തിൻ്റെ കരങ്ങൾ, സ്നേഹസ്പർശം എവിടേക്കൊക്കെ നീട്ടുവാൻ ആർക്കൊക്കെ കഴിയുന്നുവോ അവിടെ അതിനെയാണ് നമ്മൾ പൊതുവേ, അത് നമുക്ക് മറ്റൊരു പേര് ഒന്നും വിളിക്കാൻ അവിടെ എന്ത് വിളിച്ചാലും ചേരുകയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ദൈവകൃപ. ഫാദർ വിജു കോലങ്കണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വാർഡ് കൗൺസിലർ KK മുരളി, കുന്നംകുളം അമല ഫെലോഷിപ്പ് പ്രസിഡന്റ് CE ഉണ്ണി, അമല ഗ്യാസ്ട്രോ സെന്റർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ K സോജൻ ജോർജ്, ഗ്യാസ്ട്രോ വിഭാഗം HOD ഡോക്ടർ റോബർട്ട് പനക്കൽ, ക്ലിനിക്കൽ ഹെമറ്റോളജി HOD ഡോക്ടർ V ശ്രീരാജ്, തൃശൂർ AIMS ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ CMI, ആർത്താറ്റ് ഹോളിക്രോസ് RC ചർച്ച് വികാരി ഫാദർ മാപ്രാണത്തുകാരൻ ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു. അമല സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ 1 വർഷം, പീഡിയാട്രിക് മജ്ജ മാറ്റിവെക്കൽ, ഹിസ്റ്ററി ഓഫ് ഫെലോഷിപ്പ് തുടങ്ങിയ വിഷയങ്ങളുടെ അവതരണവുമുണ്ടായി. ചടങ്ങിന് AIMS തൃശൂർ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ CMI സ്വാഗതവും AIMS തൃശൂർ എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് GM ബോർജിയോ ലൂയിസ് നന്ദിയും പറഞ്ഞു. ഇവിടെ വേറെ കുറെ ഡോക്ടേഴ്സിനെ വെക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ കുറേയും കൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. CCTV ന്യൂസ് കുന്നംകുളം. 1925 രൂപീകൃതമായ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ 100ാം വാർഷികത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീധരൻ മാക്കാലിക്കൽ, റഷീദ്, രുക്മ്യ സുധീർ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ എറണാകുളത്തുള്ള ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം 2024 ധനസഹായ വിതരണം നടത്തി. അയ്യപ്പൻകാവ് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം കൊച്ചി മേയർ M അനിൽകുമാർ, ക്യാൻസർ രോഗികൾക്കുള്ള സഹായം ഹൈബി ഈഡൻ MP, നിർധന രോഗികൾക്കുള്ള സഹായം കൊച്ചി സിറ്റി മുൻ DCP ഷാജു K വർഗീസ് എന്നിവർ വിതരണം ചെയ്തു. 200ഓളം പേർക്ക് ധനസഹായം നൽകി. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ, ചാർട്ടേഡ് അക്കൗണ്ട് വിജയി ജീസ് ജോസ് എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ അധ്യക്ഷനായി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ഷാമുവൽ, ട്രഷറർ AI ഡേവിസ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജീസ് ജോസ് എന്നിവർ സംസാരിച്ചു.
രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും സൂക്താർച്ചനയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വാദ്യകലാകാരന്മാരുടെ മേളവും അരങ്ങേറി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകം 1 മുതൽ 32 വരെ രാവിലെയും വൈകിട്ടും വിശേഷാൽ ഹനുമത് സേവ നടത്തുന്നുണ്ട്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി വൈകുണ്ഠം നാരായണൻ മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ തിരുവഴിക്കാട്ട്, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരു കിഡ്നികളും തകരാറിലായ ഗൃഹനാഥന്റെ ചികിത്സയ്ക്കായി കൈകോർത്ത നാട്. കപ്പൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ അയ്യപ്പൻകാട്ടിൽ സുന്ദരൻ മകൻ 32 വയസ്സുള്ള സുധീഷാണ് കിഡ്നി രോഗബാധിതനായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. സുധീഷിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുധീഷ് സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് അസുഖം പിടികൂടിയത്. കിഡ്നി മാറ്റിവെക്കുക എന്നതാണ് ഏക പോംവഴി. ഭീമമായ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാനാകില്ല. ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി നാട്ടുകാർ ഒത്തുചേർന്ന് മണ്ണാപ്പറമ്പ് മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. യോഗത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ഒട്ടേറെ പേർ സന്നിഹിതരായിരുന്നു. വാർഡ് മെമ്പർ അബൂബക്കർ അധ്യക്ഷനായി. മണ്ണാപ്പറമ്പ് മഹല്ല് ഖത്തീബ് മുസ്തഫ ബദരി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, KV സുബ്രഹ്മണ്യൻ, A രാവുണ്ണിക്കുട്ടി, BJP മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, BJP മണ്ഡലം ട്രഷറർ KC കുഞ്ഞൻ, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റവാഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം P ശിവൻ, V മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. 250 പേരടങ്ങുന്ന കമ്മിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ചെയർമാൻ, അബൂബക്കർ വർക്കിംഗ് ചെയർമാൻ, KM ശരത് ട്രഷറർ എന്നിവർ ഭാരവാഹികളായും 25 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു മുഖപത്രമായ പ്രബോധനം ക്യാമ്പയിൻ കുന്നംകുളം ഏരിയ പക്ഷാചരണ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയ്ക്കും കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന നേതാവായ ഹാഷിം ഹദാദ് തങ്ങൾ, ഹദാദ് ട്രസ്റ്റ് അംഗം മൊയ്തീൻ കാര്യാട്ട് എന്നിവർക്ക് വരി ചേർത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി പ്രബോധനം ഡേയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ കമ്മിറ്റി സെക്രട്ടറി P മുനീർ, ജോയിന്റ് സെക്രട്ടറി K അനീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ആത്മീയ സംഘടനയായ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനോദ്ഘാടനം എബ്രഹാം മാർ സ്തഫനോസ് തിരുമേനി നിർവഹിച്ചു. 1 വർഷം പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ കരട് രൂപപത്രിക യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ഷാരൂൺ രാജുവിന് കൈമാറി. വികാരി ഫാദർ ജോർജ് ചാക്കോ, പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് VK ജോൺ, ഇടവക ട്രസ്റ്റി MV ഷാജി എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിലെ റോഡ് പണിയിലെ അഴിമതിക്കെതിരെ വേലൂർ പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 172-ാം മൂത്ത് പ്രതിഷേധ സമരം നടത്തി. തകർന്ന റോഡിൽ മാർക്ക് ചെയ്തുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. വേലൂർ മണിമലർക്കാവ് പഴയങ്ങാടി പള്ളി റോഡാണ് തകർന്നു കിടക്കുന്നത്. 6,25,000 രൂപ വകയിരുത്തിയാണ് റോഡ് റീടാറിംഗ് ചെയ്തത്. 250 മീറ്ററോളം തകർന്ന റോഡ് സമരത്തിന്റെ ഭാഗമായി സമരക്കാർ മാർക്ക് ചെയ്തു. പ്രതിഷേധ സമരം 12-ാം വാർഡ് മെമ്പർ CD സൈമൺ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ലോറൻസ് അറയ്ക്കൽ അധ്യക്ഷനായി. മുൻ മണ്ഡലം പ്രസിഡന്റ് PP യേശുദാസ്, പരമേശ്വരൻ അരിവാത്തോട്ടിൽ, ലിജി ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒളിമ്പിക്സിനെ വരവേറ്റുകൊണ്ട് ചാവക്കാട് ഉപജില്ലയിലെ എടക്കഴിയൂർ ആദി ദ്രാവിഡ LP സ്കൂളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് I മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക AK സീന, SRG കൺവീനർ റീന, അധ്യാപകരായ VS സീന, MK സലാഹുദ്ദീൻ, മിനി, സബിത, ജുൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ മൈതാനത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം എടക്കഴിയൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. അധ്യാപകരും കുട്ടികളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. ചിറമനേങ്ങാട് വായനശാലയിൽ സുവിധം ഫൗണ്ടേഷൻ പെൻഷൻ വിതരണം നടത്തി. ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കോഴിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുരളി പാതിക്കാട്ട്, സെക്രട്ടറി ഗോപി, ഗജാഞ്ചി ഷാജി വലിയറ, വൈസ് പ്രസിഡന്റ് ഷാജൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നേർകുളം GMLP സ്കൂളിലെ NSS നേടിയ മുഹമ്മദ് ഫാത്തിമിനെ അനുമോദിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ഫാത്തിമിന് പരിശീലനം നൽകിയ അധ്യാപിക TK രമ്യയും ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപകൻ VA ഫസൽ, PTA പ്രസിഡന്റ് K തസ്നി, ടോമി S തലക്കോട്ടൂർ, പ്രജീഷ തുടങ്ങിയവർ സംസാരിച്ചു.
നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടികളെ, 4ാം ക്ലാസ്സിലുള്ള കുട്ടികളെ, ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് LSS എഴുതി അത് കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇനി എല്ലാവരും LSS എഴുതോ? ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ്, ഏരിയ ചെയർപേഴ്സൺ സിൽവി തോമസ്, ജോസ് ഫ്രാൻസിസ്, CC റാഫേൽ, BB ഗിരീഷ്, ഡാഡി തോമസ്, ബോസ് വാഴപ്പിള്ളി, CP ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. അറബി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ നേതൃപാടവം വളർത്തിയെടുക്കുന്നതിനും വേണ്ടി വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അലിഫ് അറബിക് ക്ലബ്ബ് രൂപീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിനിയും സംസ്ഥാന കലോത്സവ ജേതാവുമായ ഹസ്ന ഇ അബൂബക്കർ ക്ലബിന്റെ പതാക പ്രസിഡന്റ് ഫർഹാന, സെക്രട്ടറി ഫാത്തിമ റയ എന്നിവർക്ക് കൈമാറി. ചടങ്ങിൽ പ്രധാന അധ്യാപിക KA ജിഷ, PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര, പഴുവിൽ സെന്റ് ആന്റണീസ് അധ്യാപിക സുമയ്യ, സെക്കീന എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർ മുനീർ P സ്വാഗതവും ഷെഫീഖ് നന്ദിയും പറഞ്ഞു. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് 2024 പന്നിത്തടത്ത് കാനം രാജേന്ദ്രൻ ഹാളിൽ സംഘടിപ്പിച്ചു. കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാ MP-യുമായ PP സുനീർ ഉദ്ഘാടനം ചെയ്തു. CPI കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി KT ഷാജൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മരത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി ഇടവക നവതി ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിയുടെയും കുന്നംകുളം സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകി. ക്യാമ്പിൽ സൈമൺസ് ഐ ഹോസ്പിറ്റലിന് ഇടവകയുടെ സ്നേഹാദരം നൽകി. വികാരി ഫാദർ സക്കറിയ കുള്ളന്നൂർ, നവതി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ CK സാംസൺ, വൈസ് ചെയർമാൻ CS തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ലാബ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. ഇന്റർനാഷണൽ മോണ്ടിസോറി TTC കോഴ്സ് പൂർത്തീകരിച്ച 20 പേരാണ് ബിരുദം സ്വീകരിച്ചത്. പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് സർട്ടിഫിക്കറ്റുകൾ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സ്മിത സോബി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ സബിത മനോജ്, MH ആസ്മാബി, KS ഷാദിയ, AM റംസീന, ഷെറിൻ മുഹമ്മദ് ഹാഫിസ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച KS അമൻബാസ്, തമന്ന ശുഹൈബ് എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന് കീഴിൽ തെക്കേനടയിലെ മഹാരാജ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ക്ലാബ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്ന് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 445ഓളം പേരാണ് ബിരുദം നേടിയത്. സ്വദേശത്തും വിദേശത്തും നിരവധി ജോലി സാധ്യത ഉറപ്പു നൽകി പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രായപരിധിയില്ലാതെ വിദേശത്തുള്ളവർക്ക് ഓൺലൈനായി പഠിക്കാനും പരീക്ഷ എഴുതാനും അവസരമുണ്ട്. സ്വദേശത്തുള്ളവർക്ക് ഓഫ്ലൈൻ സൗകര്യവുമുണ്ട്. കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇന്റർവ്യൂ സ്കിൽ, പാവനിർമ്മാണം എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ട്. കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 90 61 10 81 21 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരൂർ ഇടവക അൽഫോൺസ നഗർ കുരിശുപള്ളിയിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ഫാദർ ആൻസൺ നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോമോൻ മങ്ങാട്ടിലേയൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ സഹകാർമ്മികനായി. തുടർന്ന് നേർച്ച പായസ വിതരണവും നടന്നു. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, ജനറൽ കൺവീനർ ജോർജ് ചിറ്റിലപ്പള്ളി, കൈക്കാരൻ അഗസ്റ്റി ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. കാട്ടുകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന സഹകരണ കൂട്ടായ്മയുടെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിജോയ് B തോലത്ത് അധ്യക്ഷത വഹിച്ചു. സോണി സക്കറിയ, ജോൺ P അബ്രഹാം, ശശീന്ദ്രൻ കണ്ടമ്പുള്ളി, KK രവി, TK മുഹമ്മദ് കുട്ടി, വാസു കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ദീർഘകാലം ഭരണസമിതി അംഗങ്ങളായിരുന്നവരെ മെമന്റോ നൽകി ആദരിച്ചു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര കടുവ ദിനം ആചരിച്ചു. പ്രസംഗം, ഡാൻസ്, ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി, അധ്യാപകരായ സാവിത്രി, PS മേഘ്ന, ജാലി UV, ദിശ CL, BA നിത്യ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം ചിറ്റഞ്ഞൂർ തയ്യിൽ അപ്പുക്കുട്ടൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പുഷ്പ ഭാര്യയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തി പ്രാപിച്ച മഴ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ 3 സ്ഥലത്ത് മതിൽ ഇടിഞ്ഞു വീണു. മണ്ടംപറമ്പിൽ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI നടത്തുന്ന മരണം വരെ നിരാഹാര സമരത്തിന് തുടക്കമായി. ദുർഘടയാത്രാ സ്മാരക അവാർഡിന് അപേക്ഷ ക്ഷണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. 3ാം ഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേ എളവള്ളി വില്ലേജിന് പ്രഥമ പരിഗണനയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു കയറി. കേച്ചേരി മഴുവഞ്ചേരിയിൽ കൊച്ചിൻ ദേവസ്വം ഭൂമിയിലെ താമസക്കാരുടെ ജീവൻ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ, ADM എന്നിവർക്ക് പരാതി നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.